ഹലോ എവരിവൺ. ഒരു 20 വർഷം പിന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യമാണ് ക്യാൻസർ രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ ഇന്ന് കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ക്യാൻസർ പേഷ്യൻസ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ സംസ്കാരമാണ്. ഒരു കാലത്ത് നമ്മൾ മലയാളികളുടെ ഭക്ഷണം ലോകോത്തര നിലവാരത്തിലുള്ളതായിരുന്നു. എന്നാൽ അതെല്ലാം മാറി നമ്മുടെ മാറി മറിഞ്ഞ ഫുഡ് കൾച്ചർ കാരണം ഇന്ന് മലയാളികൾ ഒട്ടുമിക്ക ആളുകളും ക്യാൻസർ പേഷ്യൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ പറയുന്ന ഈ ലിസ്റ്റിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പക്ഷെ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പോലും നമുക്ക് തള്ളിക്കളയാനാവാത്ത കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് പരിചയപ്പെടാം. ഇത് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആദ്യം പറയാൻ പറ്റുക റിഫൈൻഡ് ഓയിൽസ്. റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷ്യ എണ്ണകൾ ഉപയോഗിക്കുന്നത് മാക്സിമം കുറയ്ക്കുക. ഇത്തരം ഭക്ഷ്യ എണ്ണകൾ കണ്ടുപിടിച്ചത് പോലും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത് വേറൊരു രീതിയിൽ കണ്ടുപിടിച്ച് പിന്നീട് ഫ്യൂച്ചറിൽ കുറേ കാലത്തിന് ശേഷമാണ് അത് ഭക്ഷണത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത്രയും ടോക്സിക് ആയിട്ടുള്ള പല കെമിക്കൽസും ഇത്തരം റിഫൈൻഡ് ഓയിലിൽ വറുത്ത് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ റിലീസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ടോക്സിക് കെമിക്കൽസും അത് മാത്രമല്ല ഇതിന്റെ രാസഘടനയിൽ ഉണ്ടാവുന്ന ചൂടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക താപനിലയിൽ മുകളിൽ ചൂടാക്കി കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന രാസഘടനയിലുള്ള മാറ്റം കാരണം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കും കൊളസ്ട്രോളിനും അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം സാധാരണ വെളിച്ചെണ്ണയോ കടുകെണ്ണയോ കടലെണ്ണയോ എള്ളെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം റിഫൈൻഡ് ഓയിൽസ് മാക്സിമം ഒഴിവാക്കുക. ഇനി ഏത് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം ചൂടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുത്. ഇതേ കാര്യം തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു പ്രാവശ്യം തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചൂടാക്കി ഉപയോഗിക്കരുത്. ഇത്തരം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ ഓയിലായിരിക്കും കുക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതേ കുക്ക് ചെയ്ത ഓയിലിൽ പിന്നീട് നിങ്ങൾ ചൂടാക്കുമ്പോൾ ആ ഓയിൽ തന്നെയാണ് ചൂടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും രണ്ടാമതായിട്ട് ചൂടാക്കിയിട്ട് ഭക്ഷണ സാധനങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക. അടുത്ത ഐറ്റമാണ് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്. ഹൈലി പ്രോസസ്ഡ് മീറ്റിൽ പെട്ടതാണ് ഹോട്ട് ഡോഗ്, സോസേജ്, ബർഗറിന്റെ ഇടയിലൊക്കെയുള്ള ഫില്ലിങ്സ്. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ക്യാൻസർ കോസിംഗ് ആണ്. WHO ഗ്രൂപ്പ് 1 ക്യാൻസർ കോസിംഗ് കാറ്റഗറിയിൽ പെട്ടതാണ് ടൊബാക്കോ. ഈ ടൊബാക്കോന്റെ അത്ര തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്. നമുക്കറിയാം പണ്ട് കാലത്തൊന്നും നമ്മുടെ ആളുകളൊന്നും ഇങ്ങനെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ഒന്നും ആയിരുന്നില്ല കഴിച്ചിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ഫുഡ് കൾച്ചർ മാറിയതിനനുസരിച്ച് ഇത്തരം ഹോട്ട് ഡോഗ്, സോസേജ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ക്യാൻസർ രോഗികളും ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഹൈലി റിഫൈൻഡ് അൾട്രാ പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അടുത്ത കാറ്റഗറി. അതിൽ നമ്പർ 1 ആണ് മൈദ. മൈദ വെച്ചിട്ടുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ അളവ് ലിമിറ്റ് ചെയ്തിട്ട് മാത്രം കഴിക്കുക. അതിൽ പെട്ടതാണ് കേക്ക്, പേസ്ട്രീസ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്. ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 100% അതിൽ മൈദയാണ് അടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് നൂഡിൽസിലൊക്കെ മൈദയാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. ബ്രെഡ്, ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതെല്ലാം ഒഴിവാക്കി നാച്ചുറൽ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ആട്ടയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അല്ലാതെ വൈറ്റ് ബ്രെഡ് മാക്സിമം ഒഴിവാക്കുക. ഷുഗറി ഡ്രിങ്ക്സ് ആയിട്ടുള്ള എനർജി ഡ്രിങ്ക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൊക്കോകോള, പെപ്സി പോലെയുള്ള ഷുഗർ ഡ്രിങ്ക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ക്യാൻസർ കോശങ്ങൾക്ക് ഷുഗർ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ക്യാൻസർ ഉള്ള ഒരാളുകളാണെങ്കിൽ അവർക്ക് ക്യാൻസർ കൂടാൻ വേണ്ടിയിട്ട് വരെ ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സ് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത്ര സോഫ്റ്റ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ക്യാൻസർ വന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൃദ്രോഗമോ ഡയബറ്റീസോ ഒക്കെ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അടുത്ത ലിമിറ്റ് ചെയ്യേണ്ട ഭക്ഷണ പദാർത്ഥമാണ് ഉപ്പിലിട്ട ഭക്ഷണ സാധനങ്ങളും അച്ചാറ് പോലെയുള്ളതും ഹൈലി അസിഡിക് ആയിട്ടുള്ള നല്ല പുളിപ്പായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും. ഇതെല്ലാം മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ സ്റ്റൊമക് മ്യൂക്കോസയിൽ പോയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ആ സ്റ്റൊമക്കിന്റെ ഒക്കെ ഒരു ലൈനിങ് കേടായി പോവുകയും അതിന്റെ മുകളിലായിട്ട് പിന്നീട് H. പൈലോറി പോലെയുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും പിന്നീട് ഇറിറ്റേഷൻ ഒക്കെ സംഭവിച്ച് അത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഭക്ഷ്യയോഗ്യമായ ഏത് എണ്ണയാണെങ്കിലും ഒരു പ്രത്യേക താപനിലയിൽ കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ
അതിൽ നിന്ന് അക്രിലമൈഡ്സ് പോലെയുള്ള ടോക്സിൻസ് റിലീസ് ആവും. ഇത്തരം ടോക്സിൻസ് കരിഞ്ഞതും പുകഞ്ഞതുമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നിത്യേന നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും സ്മോക്ഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ കരിഞ്ഞതും പുകഞ്ഞതും ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളോ കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ക്യാൻസർ കോസിംഗ് ആണ്. ക്യാൻസർ കൂടി വരുന്നതിൽ ഒരു പ്രത്യേക പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിൽ പെട്ടതാണ് ഈ സ്മോക്ഡ് ചിക്കൻ ഒക്കെ പോലെയുള്ള ചിക്കൻസ്. ഇപ്പൊ ആളുകൾ എണ്ണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യും. പക്ഷെ ഗ്രില്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മുകളിലെ ലെയർ എന്തായാലും കരിയും അല്ലേ. അപ്പൊ ഇത്തരം കരി കഴിക്കുന്നത് കാരണം ക്യാൻസർ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അടുത്തതായി ചില ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഫംഗസ് കാരണം ക്യാൻസർ ഉണ്ടാകാം. ഇപ്പൊ ചില ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കുറച്ചു നേരം കുതിർത്ത് വെച്ചതിന് ശേഷമാണ് പിന്നീട് അത് ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബദാം പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്ത് ചില മോൾസ് വളരുകയും അങ്ങനെ അഫ്ലാടോക്സിൻസ് പോലെയുള്ള കെമിക്കൽസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇതും ക്യാൻസർ കോസിംഗ് ആണ്. അതുകൊണ്ട് നട്ട്സ് ഒക്കെ കഴിവതും ചൂടാക്കി നല്ല റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഇനി സോക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള നട്ട്സ് മാത്രം ഉപയോഗിക്കുക. ഈർപ്പം കുറഞ്ഞ സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാൻസർ വരുത്തുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും ഉണ്ട്. പക്ഷേ ഇത് മെയിൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഞാൻ പറയാണ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഫ്യൂച്ചറിൽ ക്യാൻസർ വരാതിരിക്കാനും ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക.